Before you sing, if you would like to just tell us a few words, your testimony about how you decided to use your voice to glorify God, we will all be inspired. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ വരുന്ന ഈ സോറി പറയുന്നത് ഒരു വോക്കൽ ടിക്സ് ആണ് കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സോറി എന്ന് പറയുമ്പം മോട്ടോട്ടിക്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ എന്നെ കാണുന്ന തന്നെ ഓക്കെ വീണ്ടും സോറി. ചിലർ ഈ ടൂററ്റ് സിൻഡ്രോം എന്നുള്ള ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഉള്ള ചില വ്യക്തികൾക്ക് ഒഫെൻസീവായിട്ടുള്ള വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് ആർക്കും ഉപദ്രവമില്ലാത്തൊരു വാക്കാണ് സോറി. ഞാൻ അതിന് മുന്നേ തന്നെ ഈ ദർശനം 2025 പെരിങ്ങാല മിഷനോടനുബന്ധിച്ച് നടത്തുന്ന ഈ മ്യൂസിക്കൽ ഈവൻറ്റിന് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ എല്ലാവരോടും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കും ഒത്തിരി നന്ദി. എൻ്റെ പാട്ട് ക്ഷമയോടെ കേട്ടിരിക്കുന്ന നിങ്ങൾക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈശോയ്ക്കും നന്ദി. കാരണം എന്നെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്ന ഒരു വചനമാണ്, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. 2 കൊറിന്തോസ് 12:50 തിരുവചനം. ഞാൻ തളരുമ്പോഴും ഞാൻ ടിക്സ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഒത്തിരി അതിൻ്റെ ഫ്രസ്ട്രേഷനുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ടെൻഷനുണ്ട്, പിന്നെ അങ്ങനെ പല മാനസിക അസ്വസ്ഥതകളും എനിക്കുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കൂടുതലാണ്. അപ്പം ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും കൂടുതലും ഈ ഒരു വചനമാണ്, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് അവൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അതോടൊപ്പം തന്നെ നിൻ്റെ കുറവുകളെ ഓർത്ത് പ്രശംസിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു നാണക്കേടും ഇല്ല. ഇന്നേ വരെ ഞാൻ ഈശോയോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള മനസ്സ്. എത്ര തളർന്നാലും, എത്ര സാഡ്നെസ്, എത്ര ഡൗൺ ആയാലും എനിക്ക് പറ്റുന്നില്ല ഈശോയോട് കംപ്ലൈൻറ്റ് ചെയ്യാൻ. കാരണം എനിക്കറിയാം ഈശോയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്നെ പറ്റി. അവൻ തീരുമാനിക്കാതെ അവൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യവും, അവൻ്റെ പദ്ധതിയിലല്ലാത്ത ഒരു കാര്യവും, അവൻ്റെ അറിവിലില്ലാത്ത ഒരു കാര്യവും എൻ്റെ ലൈഫിൽ നടക്കില്ല, നമ്മുടെ ആരുടെയും ലൈഫിലും. അവൻ തീരുമാനിക്കും. അത് സുഖ ദുഃഖങ്ങൾ അനുവദിക്കുന്നത് ഈശോയാണ്, തരുന്നതും ഈശോയാണ്. അപ്പം ഈ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഈ ഒരു അസ്വസ്ഥത ഈശോ എനിക്ക് അനുവദിച്ചത് എൻ്റെ വിശ്വാസത്തെ വളർത്താനും, എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും വിശ്വാസത്തെ വളർത്താനും ഒക്കെ സഹായിച്ചു എന്ന് പറയാം. ഈ ഒരു ടിക്സ് എൻ്റെ ലൈഫിൽ വന്നത് എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും പ്രാർത്ഥന, ഈശോയോടുള്ള അടുപ്പം കൂട്ടാൻ സഹായിച്ചു. ഒരു പക്ഷേ ഈ ടിക്സ് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ എനിക്കും ഇത് കണ്ടു നിൽക്കുന്ന പലർക്കും, എസ്പെഷ്യലി എൻ്റെ ഫാമിലി കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേര്. ഇപ്പം നിങ്ങളിൽ ഇടയിലുള്ളവരാണെങ്കിൽ പോലും ഇപ്പം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഒത്തിരി പേരുടെ ജനങ്ങളുടെ നാനാജാതി മതസ്ഥരല്ലാത്ത എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം എന്നാ പറയുക, ഈശോ ഞങ്ങളെ അതിലൂടെ വളർത്തുന്നതാണ്. ഈശോയോടുള്ള അടുപ്പം കൂട്ടാൻ വേണ്ടി എനിക്ക് ഈ ഒരു അവസ്ഥ, കുറച്ച് നാളത്തേക്കുള്ള അവസ്ഥ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം എന്ന് പറയുമ്പം എനിക്ക് പ്രത്യാശയുള്ള എനിക്ക് ഒരിക്കൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ശാന്തമായിട്ടിരിക്കാൻ, എൻ്റെ മനസ്സും ശരീരവും ശാന്തത എന്നെ അനുഭവിക്കാൻ എന്നുള്ള ഒരു കൃപ, ഒരു അവസരം ഈശോ എനിക്ക് ഒരുക്കി തരും. എൻ്റെ മരണം വരെ അത് നീണ്ടു നിൽക്കും. മാറുമോ ഇല്ലയോ ഒന്നും ഈശോയുടെ ഹിതം എന്നാന്ന് എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് അറിയില്ല. ഇത് മാറുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ദിവസം വരുന്ന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യാശയുണ്ട്, അറിയാം എനിക്ക് പറ്റും. അതാണ് വിശ്വാസം. അല്ലാതെ ഇപ്പം
ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുക, ഈശോയെ ഇത് മാറ്റി തരണേ, അല്ലെങ്കിൽ നീ എന്തിനാ എനിക്കിത് അനുവദിച്ച്, എന്തിനാ എനിക്ക് തന്നു, അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാതെ ഈശോയുടെ കുരിശ് ചുമക്കാൻ, ഈശോ ചുമന്ന ഭാരമുള്ള കുരിശിൽ ചുമക്കാൻ എന്നെയും കൂടെ വിളിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങളിൽ പലരും പല അസ്വസ്ഥതകളും ശാരീരിക മാനസികമായ അസ്വസ്ഥതകൾ നേരിടുന്നവരും മറ്റുള്ളവരറിയാതെ മറ്റുള്ളവരറിയുന്ന കാണുകയുള്ളതും പറ്റാത്തതുമായ അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവർക്കും അവരവരുടെ വിഷമം വലുതാണ്. എനിക്ക് എൻ്റെ വിഷമം വലുതാണ്. ഇവൻ മറ്റുള്ള മുന്നിൽ ചെറുതാണോ വലുതാണോ എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ വിഷമം വലുതാണ്. പക്ഷേ എന്താ പറയുക, ഇതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് നീങ്ങാൻ എന്നെ പ്രേരിപ്പിക്കുന്ന, എന്നെ കൂടുതലും എൻഗേജ്ഡ് എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഡൗൺ ആകുമ്പോഴൊക്കെ ആണെങ്കിലും സൈക്കോളജിക്കലി ഡൗൺ ആകുമ്പോഴാണേലും ഒന്ന് എന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, സ്പിരിച്വലി അപ്ലിഫ്റ്റ് ചെയ്യാനും ഒന്ന് മാനസികമായി ഉയർത്താനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഫാമിലി, എൻ്റെ അച്ചാച്ചനും അമ്മ, എൻ്റെ 2 കണ്ണുകളായ എൻ്റെ അച്ഛനും അമ്മയും. അവരിലൂടെ ഈശോയെ ഞാൻ അവരിലൂടെ കാണുകയാണ്, അവരിലൂടെ സ്പർശിക്കുക ഈശോയെ ഞാൻ, അവരിലൂടെ ഈശോയുടെ സ്നേഹത്തെ ഞാൻ അറിയുന്നു. ഈശോയ്ക്ക് ഒത്തിരി നന്ദി. എന്നും ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ജീവിക്കും. ഒരിക്കലും ഈശോയെ തള്ളിപ്പറയാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്ക് എൻ്റെ മരണം വരെ ഈശോ എന്ത് അസ്വസ്ഥത എനിക്ക് അലോ ചെയ്താലും ഈശോയോട് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യില്ല എന്നുള്ളൊരു പ്രതിജ്ഞ ഈശോയ്ക്ക് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഈശോയ്ക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എലിസബത്ത് എന്നുള്ള വേർഡിൻ്റെ നെയിമിൻ്റെ അർത്ഥം തന്നെ ഈശോയുടെ വാഗ്ദാനം, ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന്. അപ്പം ഞാൻ ഈശോയ്ക്കൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ പറയില്ല. അങ്ങനെ ഒരു അവസരം വന്നാൽ പോലും അതിന് ഈശോയുടെ നാമം എടുത്തു പറയാൻ വേണ്ടിയുള്ള കൃപ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയുടെ നാമം എടുത്തു പറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സാധിക്കാൻ വേണ്ടി അതിനുള്ള ശക്തി തരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഈശോ പോലും വൾണറബിൾ ആയിട്ടുണ്ട് കുരിശിൽ മരിക്കുന്നതിൻ്റെ തലേദിവസം രാത്രി അല്ലേ. അപ്പം എന്താ പറയുക, നമ്മൾ പച്ചയ മനുഷ്യർ അത്രയും ദുർബലരാണ്, അത്രയും വൾണറബിളാണ് നമ്മൾ. അതായത് ഈശോ പോലും പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത് മാറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഇതേ ഡയലോഗാണ് ഞാൻ തളരുമ്പോൾ, മാനസികമായും ശാരീരികമായും തളരുമ്പോൾ എൻ്റെ ഈശോയോട് ഞാൻ പറയുന്നത്. ഈശോയെ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം. എനിക്ക് ആഗ്രഹമുണ്ട് ഇത് മാറി കിട്ടണമെന്ന്. ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യില്ല, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ഈശോ ഇതൊന്ന് മാറ്റി തരണം. പക്ഷെ നിൻ്റെ ഹിതം നടക്കട്ടെ. എനിക്കറിയാം നിനക്ക് എന്നെപ്പറ്റി ഒരു പ്ലാനുണ്ട്, ഒരു മാസ്റ്റർ പ്ലാനുണ്ട്, ഒരു വലിയൊരു പദ്ധതിയുണ്ട്. എനിക്കറിയാം ലോകത്തിൻ്റെ ഒരു സാക്ഷ്യം ആയി തീരാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞാന്ന് എനിക്കറിയാം. അതിനുവേണ്ടി മാത്രം അനുവദിച്ചതാണ് ഈ ഒരു കുറച്ച് കാലം. ഇപ്പം 16 വർഷമായി ഞാൻ ഈ അവസ്ഥയിലൂടെ പോകുന്നു. അപ്പം ഞാൻ ഈശോയോട് അങ്ങനെയാണ് പറയുന്നത്. എന്താ പറയുക, ഞാൻ സഹനത്തിൽ അങ്ങ് സന്തോഷിക്കുക, സഹനത്തിൽ അങ്ങ് ആനന്ദിക്കുക. ഇടയ്ക്ക് തളരും, എന്നാലും അവിടുന്ന് ആരെങ്കിലൊക്കെ ആയിട്ട് എനിക്ക് ആൾക്കാരെ തരും ഈശോ. ഒന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലൊക്കെ ആയിട്ട് വരും. അച്ചാച്ചനായിട്ടും അമ്മയായിട്ടും അനിയനായിട്ടും വേറെ ഫ്രണ്ട്സായിട്ടും മറ്റു റിലേറ്റീവ്സായിട്ടും ആരെങ്കിലൊക്കെ ആയിട്ട്. ഈശോ അത്ര ക്രൂരനല്ല. ആ സഹനത്തിൽ അങ്ങ് സന്തോഷിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു കൃപ തരാൻ വേണ്ടിയല്ല നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അങ്ങനത്തെ ഒരു കൃപ തരാൻ നമ്മൾ ഈശോയോട് ചോദിച്ച് മേടിക്കുക. ആ ഒരു കൃപ സഹനത്തിൽ സന്തോഷിക്കാൻ വേണ്ടി. ഏത് സഹനം ചോദിച്ച് മേടിക്കരുത് കേട്ടോ. എന്നാലും ഈശോ എന്നെ തിരഞ്ഞെടുത്തു. വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ വളരെ ചുരുക്കമാണ്. അപ്പം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. എൻ്റെ അറിവുള്ള നാൾ മുതൽ തന്നെ ഞാൻ ഇങ്ങനെ, എനിക്ക് അതിന് മുമ്പ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ടിക്സു തുടങ്ങിയതുപോലും എനിക്ക് ഓർമ്മയില്ല. കാരണം 9-10 വയസ്സുള്ളപ്പോൾ തൊട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് അന്ന് ഞാൻ എങ്ങനെ ഇതിനെ വളരെ മൈൽഡായിരുന്നു. ഓരോ മണിക്കൂർ വെച്ചേ ഉണ്ടായിരുന്നുള്ളെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. വളരെ മൈൽഡായിട്ടായിരുന്നു. ഇപ്പം വയസ്സ് കൂടുന്തോറും, ഏജ് കൂടുന്തോറും ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന പോലെയാണ്.
ഇത് അൺക്യൂറബിൾ ആണ്, അൺകംഫർട്ടബിൾ ആണ്, അൺസ്റ്റോപ്പബിൾ ആണ്, അൺകൺട്രോളബിൾ ആണ്. എന്നാലും എനിക്ക് ഈശോ ഒരു പ്രത്യാശയുണ്ട്, ഇത് മാറി കിട്ടുമെന്നുള്ള പ്രത്യാശയുണ്ട്. ഞാൻ ഒരു പാട്ട് അവസാനം ഒരു എന്നാ പറയുക, ഈശോയുടെ എന്നാ പറയുക, ഞാൻ എനിക്ക് തന്നെ ഒരു അനുഗ്രഹമാണ്. അതായത് ഈ ടിക്സ് ഇല്ലാതെ ഈ ടിക്സ് ഇല്ലാതെ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഹങ്കരിച്ച് വേറെ ഏതെങ്കിലും ലെവലായി പോയേനെ. ഇപ്പോഴും അഹങ്കാരം ഇല്ലെന്നല്ല, എന്നാലും ഞാൻ ഈ ടിക്സിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കണ്ണ് കിട്ടാതിരിക്കാൻ കുഞ്ഞു പിള്ളേരുടെ മുഖത്തും പൊട്ട് കുത്തത്തില്ല ഇങ്ങനെ, അതുപോലെയാണ്. അങ്ങനെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി എനിക്കൊരു കുത്ത് തന്നതാണ് ഈശോ. അത്രയും വിചാരിക്കുന്നുള്ളൂ. ഈശോയ്ക്ക് വേണ്ടി പാടാൻ ഇങ്ങനെ ചാൻസ് തന്ന എല്ലാവർക്കും ഇത്തിരി നന്ദിയുണ്ട് കേട്ടോ. Lord bless you and keep you, face shine upon you, be gracious to you. Lord turn his face toward you and give you peace. Lord bless you and keep you, make his face shine upon you, be gracious to you. Lord turn his face toward you and give you peace. Amen. Amen. Glorify your name, Jesus. Amen. ഈ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്നവനാണ് കർത്താവ്. അത് ഈ ടിക്സ് ഇല്ലായിരുന്നെങ്കിൽ ഈ പാട്ടിൽ ഞാൻ ഒരിക്കലും അറിയപ്പെട്ട ചാൻസ് ഇല്ലായിരുന്നു. ഇതിനെ അതിജീവിച്ച് പാടുന്നുണ്ടാന്ന് തോന്നുന്നു. എന്നാലും ഇവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പം അതിനും കൂടി ഇടയാക്കിയത്, അതിനും ഒരു ഇത് തന്നതായിരിക്കും ടിക്സ് എനിക്ക് കറക്റ്റ് അനുവദിച്ച് ഈ ചെറിയൊരു സഹനം കുറച്ച് നാളത്തേക്കാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ആകട്ടെ. എന്തായാലും ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ഒന്നില്ലെങ്കിലും എനിക്ക് ഈ സഹനത്തിൽ ആനന്ദിക്കാൻ സാധിക്കുന്നുണ്ട്. ഈശോ കുരിശ് ചുമന്ന ആ ഭാരമുള്ള കുരിശ് ചുമന്നതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മളും ചുമക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ എല്ലാ വിഷമം മാറി കിട്ടും. താങ്ക് യു. Thank you, Elizabeth. May the Lord bless you too and keep you. May he cause his face to shine upon you and give you peace.